ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങളിന്നിപ്പോൾ നമ്മളെ താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ട് നമ്മൾ ഒടുങ്ങങ്ങാടൊന്ന് പോകണം. പിന്നെ നമ്മൾ AP ഉസ്താദിൻ്റെ പള്ളി ഉണ്ടല്ലോ അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പോണത്. അപ്പോൾ റിച്ചുമോൻ്റെ കാല് എല്ല് പൊട്ടിയതിൻ്റെ ശേഷം നമ്മളിങ്ങനെ പോകണം എന്നുള്ള അതിൻ്റെ മുന്നേ തന്നെ പറയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഏതായാലും ഓനക്കും വയ്യല്ലോ, അപ്പോൾ ഒന്ന് പോകണം എന്ന് നമുക്കിങ്ങനെ മനസ്സിൽ അതിയായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം അങ്ങനെ ഇറങ്ങാൻ ഫസ്റ്റ് എൻഡിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചുരത്തിലിങ്ങനെ പോണ വഴിയിലാണ്. അപ്പോൾ അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന്, അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതാക്കണം പോണ വഴിയിലായതുകൊണ്ട് അവിടെ നിന്ന് നിർത്തിയാണ്ട് അതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പൊട്ടൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാ എല്ലാം കല്ലും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ വണ്ടിയൊന്നും നിർത്താനൊന്നും അങ്ങനെ അയക്കണില്ല കേട്ടോ. അപ്പോൾ ഈ പടകൂറ്റം പാറയൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മൾ അതൊന്ന് വീഡിയോയിൽ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല അലാക്കൻ്റെ പാറ തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നപ്പോൾ കുറച്ച് ദൂരം എത്തി നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കണ്ടൊന്ന് കാലും കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി. കാരണം ഈ ഒരു ഇത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലും നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താക്കിയതാ നമ്മളെ കയ്യിൽ പേരക്ക ഉണ്ടായിരുന്നു. ആ പേരക്ക എന്താക്കി കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകിങ്ങാണ്ട് എന്താക്കി അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് തന്നെ എവിടുക്കാന്ന് വെച്ചാൽ ഒടുങ്ങങ്ങാടിലേക്കാട്ടോ പോയത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അന്നൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സ്ത്രീകൾ കയറുന്ന അവിടെ കയറിങ്ങാണ്ട് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ ഇരുന്ന് ഓതണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇറക്കി വെച്ചു. അങ്ങനെ എന്താ പറയുക, സെലിയും കുട്ടികളും പോയിങ്ങാണ്ട് നമ്മൾ അസറിൻ്റെ ഒക്കെ സമയമായിരുന്നു. അങ്ങനെ അവിടെ പോയി നിസ്കരിച്ച് അവരെന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ മക്കാമിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ കയറിങ്ങാണ്ട് അങ്ങനെ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ മതസ്ഥരല്ലാത്തവരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അവരൊക്കെ എന്തൊക്കെയോ നേർച്ചയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അവിടെ കുറേ ആളുകളൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. ഞങ്ങൾ വന്നത് എവിടെക്കാന്ന് വെച്ചാൽ നമ്മളെ കാന്തപുരം ഉസ്താദിൻ്റെ നോളജ് സിറ്റി അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. മക്കൾ മദ്രസയിൽ നിന്ന് ടൂർ വന്ന സമയത്ത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ അതൊന്ന് കാണണം എന്നുള്ളത്. കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കണം കേട്ടോ, നല്ലൊരിതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ ഒന്ന് വന്ന് കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും ഈ ഒരു സമയം നമ്മൾ പൂർത്തിയായി കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളെ മനസ്സിലൊരാഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരിക്കൽ നടക്കുന്നത് നമുക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു. അതാണിപ്പോൾ സഫലമായത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുമ്പോൾ പറയണ്ട കേട്ടോ, അടിപൊളി കേട്ടോ. കാരണം നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയ പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് ആ ഒരു ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ കേട്ടോ. എന്താ പറഞ്ഞാൽ അത്തറിൻ്റെ മണം, എൻ്റെ പൊന്നോ, അവിടെയൊക്കെ അടുക്കാൻ പറ്റില്ല, അത്തറിൻ്റെ സ്മെല്ലാണ് കേട്ടോ അവിടെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ ആ ഒരു സമയം കാര്യം എന്തായാലും പെണ്ണുങ്ങൾക്കും കൂടി ആ ഒരു പള്ളി കാണാനുള്ളൊരു അവസരം ഉണ്ടല്ലോ, ആ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ ആ ഒരു സമയം എന്തായാലും അതിന് പറ്റിയൊരിതായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളങ്ങനെ നടന്നു പോയി വരുന്ന സമയത്താണ് ഒരു സെക്യൂരിറ്റി നമ്മളോട് പറയണത്, നിങ്ങൾ പള്ളീൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതാ 5 മണി കഴിഞ്ഞാൽ അവിടെ തുറക്കും, അപ്പോൾ വേഗം പോയി കണ്ടോളൂ എന്നാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി അവിടെ 2 മിനിറ്റ് നിന്നതും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറി കണ്ട് നല്ല ഉഷാറ് കേട്ടോ, മാഷാ അല്ലാഹ്. ഒരുപാട് എന്താ പറയുക, എവിടെയൊക്കെ നമ്മൾ പോയൊരു ഫീലൊക്കെയാണ് അങ്ങനെ വന്നത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പള്ളീൻ്റെ ഉള്ളിലൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, സ്ത്രീകളായിട്ട് തന്നെ. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നമ്മളെ ഇവിടെ അല്ല, കുറേ കർണാടകയിൽ നിന്ന് എവിടെയൊക്കെ വന്നതാണ് കേട്ടോ. കാരണം അവർ ബസ്സിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു ഭാഷയിലൊക്കെ അവിടെ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആളുകളൊക്കെ ആ ഒരു തൂണൊക്കെ പിടിച്ച് കുറേ കരയുന്നു, സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇതേപോലെ തന്നെ നമുക്കും ആദ്യം ആഗ്രഹം എന്താ വെച്ചാൽ നമുക്കൊരു വീടാവണം, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. അന്നാലും നയിച്ച് ജീവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇരിക്കാനൊരു അധീനം വേണം. കാരണം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ എന്തായാലും നമ്മളെ ക്രൂശിക്കാനേ ആൾക്കാരെ ഉണ്ടാകുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞങ്ങളേതായാലും അതൊക്കെ ഒന്ന് പോയി കണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പള്ളി സന്ദർശിക്കാൻ പെണ്ണുങ്ങൾ 5 മണീൻ്റെ ശേഷമാണ് കേട്ടോ. രാവിലെ ഇതേപോലെ എന്തോ 11 മണിക്ക് അങ്ങനെ എന്തോ ഉണ്ട് തോന്നണേ. അങ്ങനെ ഈ 2 സമയത്തുള്ളൂ തോന്നുന്നു, അങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ. അവിടെ ഉസ്താദ് ഇങ്ങനെ
പിന്നെ കുറേ ദ്വയറൊന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ദ്വയയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ ആണുങ്ങൾക്ക് സന്ദർശിക്കാനൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ വന്നതിൽ നമുക്ക് അവിൽ മിൽക്ക് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇതാക്കണം. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ഇവിടെ അത്തറിൻ്റെ പിന്നെ നല്ല പിന്നെ ഒരുപാട് കടകളിൽ അത്തറിൻ്റെ ഇത് വിൽക്കണുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ. പിന്നെ അതാക്കണേ ഞങ്ങൾ അവിടെ നിന്ന് അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയത് നല്ല കുനാഫൻ്റെ പിന്നെ അലുവായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളൊരു 5:45 ആയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ 6 മണി ഏകദേശം ആവാനായിക്കണം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും ലൈറ്റൊക്കെ തെളിയൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങളതൊക്കെ കണ്ട് റാഹത്തായി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് 2 സിയാറത്തും നമ്മളുടെ കഴിഞ്ഞിട്ട്, അതായത് ഉടുങ്ങങ്ങാടത്തെ പിന്നെ നോളജ് സിറ്റിത്തെ അതും നമ്മൾ കണ്ടു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഒരു നേർച്ചയും കൂടെ ഉണ്ട്. അതായത് മോന് കാലിന് വയ്യാത്തതുകൊണ്ട് നമുക്ക് പിന്നെ മടവൂരിലേക്ക് പോകാനുള്ള നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയുണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ ഇനി. അങ്ങനെ ഇതാ പിന്നെ നമ്മളവിടെ നിന്നൊക്കെ പുറപ്പെട്ടു. പിന്നെ ഇതാ നമ്മളെ ചുരം കയറുകയാണ് കേട്ടോ. അപ്പോൾ ചുരത്ത് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പോകുമ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവരും പിന്നെ അവിടുത്തെ ആ ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും ടയേർഡായിപ്പോയി കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മേലെ എത്തിയിട്ട് ഞങ്ങൾ വയനാടൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വണ്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ പാറൻ്റെ അവിടുന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലൊഴിച്ച് കുറച്ച് നേരം എന്താക്കി പിന്നെ അവിടെ നിർത്തിയിട്ട് കണ്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഫസ്റ്റ് എൻഡിലൊക്കെ എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ എന്താക്കി അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.